മനുഷി എന്നാണ് പടത്തിൻ്റെ പേര്. വെട്രിമാരനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിപ്പോഴും സെൻസർ ഇഷ്യൂ ആയിട്ട് ഇരിക്കും. അല്ല, അതിനകത്തിപ്പം അഭിപ്രായം പറയേണ്ടത് അത് എൻ്റെ എഴുത്തുകാരനും ഡയറക്ടറും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അവർക്കാണ് അതിൻ്റെ ഒരു ഫുൾ വേർഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. അവരായിരിക്കും അതിനോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അവർ തന്നെയായിരിക്കും. അപ്പോൾ അവരുടെ അഭിപ്രായമാണ് അതിനകത്ത് കേൾക്കേണ്ടതെന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്നാമതൊരാൾക്ക് അതിനകത്ത് അഭിപ്രായം പറയുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, അതിനോട് ഏറ്റവും നമ്മൾ ഇമോഷണലി കണക്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. അല്ലാത്തൊരു സമയത്ത് എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് ബുദ്ധിമുട്ടായിരിക്കും. ചോദ്യം സത്യം പറയാൻ കേട്ടില്ലല്ലേ? ഇപ്പം ഞാൻ ചെയ്തൊരു പടം മനുഷി എന്നാണ് പടത്തിൻ്റെ പേര്. വെട്രിമാരനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിപ്പോഴും സെൻസർ ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞത്, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞ 64 കട്ട് വേണം എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ അവർ കോർട്ടിൽ അത് ചാലഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 34 ആയി, 14 ആയി, 10 ആയി. അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് പ്രാവശ്യം ഒരു കോടതി കയറി ഇറങ്ങി. അവസാനം ജഡ്ജി പടം കാണേണ്ടി വന്നു. ജഡ്ജി പടം കണ്ടിട്ട് പറഞ്ഞതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് 2 കട്ട് മതി. സോ ബേസിക്കലി ഒരു സെൻസർ ബോർഡ് ഉണ്ടാവുമല്ലോ. ഈ സെൻസർ ബോർഡ് പറയും ഇത്ര സ്ഥലത്ത് വേണം. അവർക്ക് കുറേ മാനദണ്ഡങ്ങളുണ്ടാവും അവർ നോക്കേണ്ടത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച്, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ച് അതിൻ്റെ അടിയിൽ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ടോ, അങ്ങനെ ഇതൊക്കെ റെഫറൻസ് ഇങ്ങനെ തരും. ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. അത് അവർ ചെയ്യുന്നത് അവരുടെ ജോലിയായിരിക്കാം, അല്ലാതെ അവർ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയോടോ ഒരു പ്രത്യേക സമുദായത്തോടോ ഉള്ള പ്രശ്നം അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇന്ന ഫോമാറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളത്. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല. അന്ന് അവരുടെ അജണ്ടാസ് ഉണ്ട്, ഇന്ന് ഇവരുടെ അജണ്ടാസ് ഒക്കെ ഉണ്ടാവും. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. എൻ്റെ അഭിപ്രായത്തിൽ മൂവി മേക്കിംഗ് ഭയങ്കര അണപ്പോളജറ്റിക്കലായിരിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ട്. മൂവി മേക്കിങ്ങും സിനിമ പറയലും അങ്ങനെ ഒരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പറയാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസും എല്ലാം എല്ലാ തരത്തിലുള്ളതും അത് ഭയങ്കര രസമാണ്. അങ്ങനത്തെ സിനിമകൾ കാണാനും അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാവുന്നത് ഭയങ്കര രസമാണ്. അതുകൊണ്ടായി വരും. വേറെ ഇതിക്കുള്ള ഇപ്പം എന്താ പറയുക, ബേസിക്കലി ഞാനൊരു എന്താ പറയുക, ഭയങ്കര വയലൻസിൻ്റെ സിനിമകളുടെ ഫാനല്ല. കാരണം അങ്ങനത്തെ സിനിമകൾ മോശമെന്നല്ല, അങ്ങനത്തെ ഒരു സിനിമകളുടെ ഫാനല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇതിനു മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, വയലൻസ് ഉള്ള പടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് ട്രോമ തരുന്നൊരു ഒക്കെയായിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന, സന്തോഷം ഇൻ ദ സെൻസ് എൻ്റർടൈൻമെൻ്റ് ആണത്. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളൊരു കോമഡി മൂവി അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വേറെ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്നൊരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്കുണ്ട്, ഇമോഷൻസ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ഡ്രാമയുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ തന്നെ എല്ലാം സിറ്റുവേഷനാണ്.
കോമഡി പറയാൻ വേണ്ടിയിട്ട് കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത്. ഓരോരുത്തരുടെ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറ്റിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ വയലൻസ് മൂവി കണ്ടിറങ്ങി വരുന്ന ഒരു മൂഡായിരിക്കില്ലേ ഈ പടം കണ്ടിറങ്ങി വരുമ്പോൾ.